ഇപ്പോൾ സമയം രാത്രി ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ക്രിയേറ്റിവിറ്റി എനിക്ക് വരണത് രാത്രി ഈ സമയങ്ങളിലാണ്. എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഈ വഴിയിലൂടെ ഇങ്ങനെ ഉറക്കമില്ലാതെ കറങ്ങുന്നവരുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഈസി ക്രാഫ്റ്റാണിത്. ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട, കുറച്ച് ഒരു 10-20 മിനിറ്റ് എന്നാൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുത്താലോ. ഞാൻ പൈപ്പ് ക്ലീനേഴ്സ് കൊണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. സോ ഇതാണ് പൈപ്പ് ക്ലീനേഴ്സ്. നിങ്ങളിൽ എത്ര പേർക്ക് ഈ ഒരു സാധനം എന്താണെന്ന് അറിയാം? നമുക്ക് ഈസിലി അവൈലബിൾ ആണ്, ഓൺലൈനൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് 2 ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി നല്ല രീതിയിൽ നോക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഔട്ട്കം കിട്ടും. അപ്പം ഞാനിവിടെ മെയിൻലി 3 കളറാണ് എടുക്കുന്നത്. ഫ്ലവർ മേക്കിങ്ങിന് വേണ്ടിയിട്ട് 3 കളറും അതിൻ്റെ ലീഫിന് വേണ്ടിയിട്ട് പച്ച കളറും 4. ഇതുകൂടാതെ നമുക്കൊരു ഫ്ലവർ വൈസിന് വേണ്ടിയിട്ട് ഒരു ബ്രൗൺ കളർ. സോ ടോട്ടൽ 5 കളറാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ ഫസ്റ്റ് നമ്മളിതിനെ കറക്റ്റ് പകുതി വെച്ചിട്ട് കട്ട് ചെയ്യുക. ഇതിനെ വീണ്ടും മടക്കിയാണ് നമ്മൾ പെറ്റൽസ് ഉണ്ടാക്കുന്നത്. സോ നമ്മൾ 3 പൈപ്പ് ക്ലീനേഴ്സ് എടുത്താൽ നമുക്കതിൽ നിന്ന് 12 പെറ്റൽസ് കിട്ടും. ഒരു കളർ 4 എണ്ണം വെച്ച്. ആദ്യം നമ്മളിതിനെ കട്ട് ചെയ്ത ശേഷം നമ്മളിതിൻ്റെ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഏറ്റവും അടുക്കി വെക്കണം. അതിനേക്കാൾ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ളത് അതിൻ്റെ മുകളിൽ വെക്കണം. ഏറ്റവും ഡാർക്കായിട്ടുള്ളത് ഏറ്റവും മുകളിൽ വരണം. കാരണം ഈ ഡാർക്കായിട്ടുള്ളതാണ് നമുക്ക് സെൻറ്ററിൽ വരേണ്ടത്, ഏറ്റവും ലൈറ്റായിട്ടുള്ളതാണ് ഔട്ടറിൽ വരേണ്ടത്. അപ്പം നമുക്കിതിനെ വേണമെങ്കിൽ ഒരു പൈപ്പ് ക്ലീനറും കൂടെ ആഡ് ചെയ്തിട്ട് അത് വെച്ച് തന്നെ നമുക്കിതിനെ ലോക്ക് ചെയ്ത് ട്വിസ്റ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് പച്ച വെച്ചാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ പച്ചയിലാണല്ലോ നമ്മൾ സ്റ്റെമ്മൊക്കെ കണക്ട് ചെയ്യണേ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഈസി പച്ചയായിരിക്കും. സോ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഇട്ട് ചെയ്യാം. നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ ആദ്യം ഇതിനെ ട്വിസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ടൈറ്റായിട്ട് ട്വിസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓരോ പെറ്റൽസിനെ നമ്മളിങ്ങനെ മടക്കി 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 ചുരുട്ടിയെടുക്കണം. അത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ. അത് ഭയങ്കര ഈസി ആയിട്ട് ഇങ്ങനെ ചുരുട്ടാനായിട്ട്. പക്ഷെ ഒരുപാടൊക്കെ ചുരുട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈക്കൊക്കെ ചെറിയ വേദന വരാൻ സാധ്യതയുണ്ട്. ഒരുപാടൊന്നും വേദനിക്കത്തില്ല, ചെറുതായിട്ട് ലൈറ്റായിട്ട് ചുരുട്ടിയാൽ മതി. ഇത് കണ്ടല്ലേ, ഇതുപോലെ അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട്. അങ്ങനെ എൻ്റെ ചുരുട്ടൊക്കെ ഏകദേശം കഴിഞ്ഞു. അങ്ങനെ ഫൈനലി നമുക്ക് കിട്ടിയേക്കുന്ന ഫ്ലവർ ഇത് ഏകദേശം ഇതുപോലെ ഇരിക്കും. എങ്ങനെയുണ്ട്, കൊള്ളാവോ? എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു ഇത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഇതിന് ലീഫും സ്റ്റെമ്മും ഒക്കെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. സെയിം നമ്മൾ ട്വിസ്റ്റ് ചെയ്തുണ്ടാക്കില്ലേ, അതേപോലെ തന്നെ നമ്മളിതിൻ്റെ ലീഫും ഉണ്ടാക്കിയെടുക്കുന്നത്. പൈപ്പ് ക്ലീനേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ട്വിസ്റ്റാണ്. എല്ലാം ഇങ്ങനെ തിരിച്ച് 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 സ്ക്രൂ പോലെ തിരിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ നല്ല രസം, ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് ഇത് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ നമ്മുടെ ലീഫ് ഇവിടെ ഏകദേശം റെഡിയായി. ഞാൻ ഇതിലും ഒരുപാട് ചെറിയ ചെറിയ സൈസിലുള്ള ലീഫ് ഇത് കണക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ഫ്ലവർ മേക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള ഗ്രീൻ കളർ മാസ്കിങ് ടേപ്പ് കിട്ടും. അതും അതിൻ്റെ പോലുള്ള ഗ്രീൻ കളറിലുള്ള ജനകളെ ചെറിയ സ്റ്റെമ്മ് ലൈക്ക് ഒരു കുഞ്ഞു കമ്പി പോലൊരു സാധനം കിട്ടും. ഫ്ലവർ മേക്കിങ്ങിനുള്ള എവിടെ നമുക്ക് മോസ്റ്റ്ലി ക്രാഫ്റ്റ് ഷോപ്പിലെല്ലാം കിട്ടുന്നൊരു സാധനമാണത്. സോ ഈ സാധനത്തിലേക്ക് നമ്മൾ ഈ ലീഫ് നല്ല രീതിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ലീഫ് മാത്രമല്ല, നമുക്ക് ഈ ഫ്ലവർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഞാൻ ഇൻ ബിറ്റ്വീൻ എടുത്ത വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി അറിയാതെ. സോ എനിവേ ഈ ഒരു സാധനം ഇങ്ങനെ കണക്ട് ചെയ്ത് ഞാൻ 3 സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് വേണ്ടത് ഇതിടാൻ വേണ്ടിയിട്ടുള്ള ഫ്ലവർ വേസാണ്. അപ്പോൾ ഫ്ലവർ വേസ് നോക്കിയാലോ, ആരോ വെള്ളം അടിച്ചിട്ട് കളഞ്ഞിട്ട് പോയ ഈ ഒരു സാധനം എനിക്ക് വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രൗൺ കളർ വെച്ച് ഞാൻ ഇതിനെ നല്ല രീതിയിൽ ചുറ്റി ഇതിനൊരു വേറെ ലുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഫ്ലവർ വേസാണ്. ഫ്ലവറിലേക്ക് ഒരു പോട്ട് അതേപോലെ ചെയ്യണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത്രയും ചെയ്യാനുള്ള സമയം എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിനെ നല്ല രീതിയിൽ ചുറ്റിയെടുത്തു. സോ നമ്മുടെ ഫൈനൽ ചുറ്റൽ കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം ഏകദേശം ഇതേപോലെ ഇരിക്കും. അടുത്തതെന്താ നമുക്ക് ചെയ്യാനുള്ളത്, ഇതിൻ്റെ മുകളിലുള്ള ഭാഗം കവർ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ നോർമലി ചുറ്റുന്നതിനേക്കാൾ കുറച്ചും കൂടെ നല്ലത് അതിന് കുറച്ചും കൂടെ ഒരു ഹെവി ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൈപ്പ് ക്ലീനേഴ്സ് ഒരു ചെറിയ ഒരു റീഫില്ലറോ എന്തിനെങ്കിലും നമുക്കിങ്ങനെ ചുറ്റി ഒരു റോളാക്കിയിട്ട് അതിനൊരു സ്പ്രിങ് പോലെ ഇങ്ങനെ റോളിൽ കൊടുക്കാം. അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇത് കണ്ടിട്ട് നല്ലതല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത നല്ലതുണ്ടാക്കാം. സോ എനിവേ, എങ്ങനെയുണ്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക്? എനിക്ക് കുഴപ്പമില്ല, ഓക്കെ ആയിട്ട് തോന്നി. സോ വാട്ട് ഡു യു തിങ്ക്?